So next is green building materials. Green building in ഉപയോഗിക്കുന്ന materials എന്തൊക്കെയാണ് നോക്കാം. The concept behind materials used in the construction of green building is the minimum release of greenhouse gases during the production of these materials. അതായത് green buildingsന്റെ കൺസ്ട്രക്ഷന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷൻ ടൈമിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ റിലീസ് മിനിമം ആയിരിക്കണം. സോ ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രീൻ ബിൽഡിംഗ് is the basic concept behind materials used in construction of green building is minimum release of greenhouse gases during production. Minimum release of greenhouse gases during production. അതായത് ഗ്രീൻ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷൻ ടൈമിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ റിലീസ് മിനിമം ആയിരിക്കണം. അതാണ് ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. ഓൾസോ ദീസ് മെറ്റീരിയൽസ് കൺസ്യൂം മിനിമം ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ, എനർജി ആൻഡ് റോ മെറ്റീരിയൽസ് ഡ്യൂറിങ് പ്രൊഡക്ഷൻ ആൻഡ് കൺവെയൻസ്. അതുപോലെ തന്നെ വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ പ്രൊഡക്ഷൻ ആൻഡ് കൺവെയൻസ്, അതായത് ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും അതിന്റെ കൺവെയൻസിന്റെ ടൈമിലും അതിന് വേണ്ടി വരുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന വാട്ടർ, എനർജി ആൻഡ് റോ മെറ്റീരിയൽസ് അതും മിനിമം ആയിരിക്കണം. Then minimum consumption of water, energy and raw materials. Raw materials during production as well as conveyance. For production and conveyance. Then many of these are made by reuse and recycle methods. ഒരുപാട് ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ റീയൂസും റീസൈക്ലിംഗ് മെത്തേഡ്സും ആണ് യൂസ് ചെയ്യുന്നത്. Made by reuse and recycle methods. Green building materials ഉണ്ടാക്കി എടുക്കുന്നത് reuse and recycle methods ഉപയോഗിച്ചാണ്. So green building materials are ഇനി green building materials ന്റെ characteristics നോക്കാം. Green building materials are reusable, energy efficient, sustainable and environment friendly. So green building materials in the characteristics അല്ലെങ്കിൽ properties or special traits എന്താണ്? They are reusable, energy efficient, they are reusable, energy efficient, sustainable and environment friendly. Sustainable and environment friendly. So ഇത്രയാണ് ജനറൽ ആയിട്ട് ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. എന്താണ് ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ റിലീസ് മിനിമം ആയിരിക്കണം. പിന്നെ ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും അതിന്റെ കൺവെയൻസിന്റെ സമയത്തും അത് കൺസ്യൂം ചെയ്യുന്ന വാട്ടർ, എനർജി ആൻഡ് റോ മെറ്റീരിയൽസ് മിനിമം ആയിരിക്കണം.
ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ജനറലി, അതായത് മിക്കവാറുമുള്ള ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം റീയൂസ് ആൻഡ് റീസൈക്കിൾ മെത്തേഡ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതായിരിക്കും. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പറഞ്ഞാൽ ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആർ റീയൂസബിൾ, എനർജി എഫിഷ്യന്റ്, സസ്റ്റൈനബിൾ ആൻഡ് എൻവയറൺമെന്റ് ഫ്രണ്ട്ലി. ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആർ റീയൂസബിൾ, എനർജി എഫിഷ്യന്റ്, സസ്റ്റൈനബിൾ ആൻഡ് എൻവയറൺമെന്റ് ഫ്രണ്ട്ലി. ഇനി നമുക്ക് കുറച്ച് ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് ഇൻ സ്പെസിഫിക് പഠിക്കാം. ഫസ്റ്റ് ഇസ് earthen materials. First one, earthen materials. Earthen materials like adobe, cob and rammed earth are being used for construction purposes. ഏതൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ഷന് യൂസ് ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന earthen green മെറ്റീരിയൽസിൽ വരുന്നതാണ് adobe, cob and rammed earth. Adobe, cob and rammed earth. Adobe, cob and rammed earth ആണ് earthen മെറ്റീരിയൽസിൽ കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രീൻ മെറ്റീരിയൽസ്. For good strength and durability, chopped straw, grass and other fibrous materials are added to earth. എന്താണ്? For good strength and durability, നല്ല സ്ട്രെങ്ത് കിട്ടാനും ഡ്യൂറബിലിറ്റി കിട്ടാനും എന്താണ് ചെയ്യുന്നത്? ചോപ്ഡ് സ്ട്രോ അല്ലെങ്കിൽ ചോപ്ഡ് സ്ട്രോ, ഗ്രാസ് അല്ലെങ്കിൽ അതുപോലുള്ള ഫൈബ്രസ് മെറ്റീരിയൽസിനെ എർത്തുമായിട്ട് ആഡ് ചെയ്യും. ചോപ്ഡ് സ്ട്രോ or grass or fibrous materials are added to earth. earth ഉദ്ദേശിക്കുന്ന മണ്ണ്. സോ എർത്തിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിക്കും വേണ്ടി ഫൈബ്രസ് മെറ്റീരിയൽസ് ലൈക്ക് ചോപ്ഡ് സ്ട്രോ, ഗ്രാസ് ഓർ എനി അതർ ഫൈബ്രസ് മെറ്റീരിയൽസ് എർത്തിന്റെ കൂടെ ആഡ് ചെയ്യും. Structures built with adobe or cob can be seen in remote areas. ഇപ്പോഴും റിമോട്ട് ഏരിയാസിൽ പോവുകയാണെങ്കിൽ അഡോബും കോബും കൊണ്ടുണ്ടാക്കിയ സ്ട്രക്ചേഴ്സ് കാണാൻ കഴിയും. അതാണ് ഫസ്റ്റ് ഗ്രീൻ ബിൽഡിംഗ് മെറ്റീരിയൽ, earthen materials. Now second one is second green building material is engineered wood. Engineered wood. Wood is one of the most famous building materials used around the world. ലോകം മൊത്തം ഉപയോഗിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് വുഡ്. ബട്ട് ഇൻ ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് റോ ടിമ്പർ ടു വുഡ് ബോർഡ്സ് ആൻഡ് പ്ലാങ്ക്സ്, കൺസിഡറബിൾ ക്വാണ്ടിറ്റി ഓഫ് വുഡ് ഗെറ്റ്സ് വേസ്റ്റഡ്. അതായത് വുഡിനെ നമ്മൾ റോ ടിമ്പറിനെ വുഡ് ബോർഡ്സോ പ്ലാങ്ക്സോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല എമൗണ്ട് ഓഫ് വുഡ് വേസ്റ്റ് ആയി പോകുന്നുണ്ട്. അതായത് നമ്മൾ റോ ടിമ്പറിനെ വുഡ് ബോർഡ്സോ പ്ലാങ്ക്സോ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വുഡ് അവിടെ വേസ്റ്റ് ആവുന്നുണ്ട്. സോ ദിസ് വേസ്റ്റേജ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു മേക്ക് സ്ട്രക്ചറൽ പാർട്സ് ലൈക്ക് വാൾസ്, ബോർഡ്സ്, ഡോർസ് എക്സെട്ര ഇൻ ദ ഫോം ഓഫ് എഞ്ചിനീയർഡ് വുഡ്. അതായത് റോ ടിമ്പറിനെ വുഡ് ബോർഡ്സോ പ്ലാങ്ക്സോ ആക്കുമ്പോൾ വുഡിന്റെ വേസ്റ്റേജ് ഉണ്ടാകുന്നത്. ഈ വേസ്റ്റ് ആവുന്ന വുഡിനെ എടുത്ത് വാൾസ്, ബോർഡ്സ് അല്ലെങ്കിൽ ഡോർസ് പോലുള്ള സ്ട്രക്ചറൽ പാർട്സ് ഉണ്ടാക്കാം ഇൻ ദ ഫോം ഓഫ് എഞ്ചിനീയർഡ് വുഡ്. There is wastage of wood when converted from raw timber to planks or boards.
റോ ടിമ്പർ എന്ന ഫോമിൽ നിന്നും പ്ലാങ്ക്സോ ബോർഡ്സോ ആക്കി മാറ്റുമ്പോൾ എന്താണ് വേസ്റ്റേജ് ഓഫ് വുഡ് ഉണ്ട്. സോ ഈ വേസ്റ്റേജിനെ വാൾസ് ബോർഡ്സ് ഡോർസ് ഒക്കെ ആക്കി ഉണ്ടാക്കാം. സോ wasted wood converted to walls, boards, doors, etc. in the form of engineered wood. സോ അങ്ങനെയാണ് എഞ്ചിനീയർഡ് വുഡ് കിട്ടുന്നത്. എങ്ങനെയാണ്? റോ ടിമ്പറിനെ പ്ലാങ്ക്സോ ബോർഡ്സോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റേജിനെ നമുക്ക് വാൾസ് ബോർഡ്സ് അല്ലെങ്കിൽ ഡോർസ് പോലുള്ള സ്ട്രക്ചറൽ പാർട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതാണ് ഇൻ ദ ഫോം ഓഫ് എഞ്ചിനീയർഡ് വുഡ്. സോ എഞ്ചിനീയർഡ് വുഡ് കണ്ടെയ്ൻസ് ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് വുഡ്. യൂഷ്വലി മിഡിൽ ലെയേഴ്സ് ആർ മെയ്ഡ് ഓഫ് വുഡ് സ്ക്രാപ്പ്, സോഫ്റ്റ് വുഡ്സ്, wood fibers etc. engineered woodinathu ഒരുപാട് layers ഉണ്ട്, different layers ഉണ്ട്. middle layers are made of middle layers ൽ എന്തൊക്കെ വരും? wood scrap, soft wood, wood fiber. wood scrap, soft wood, wood fiber. ഇതൊക്കെയാണ് മിഡിൽ. ഈ എഞ്ചിനീയർഡ് വുഡിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അതിന് മിഡിൽ ലെയർ യൂഷ്വലി വരുന്നത് വുഡ് സ്ക്രാപ്പ്, സോഫ്റ്റ് വുഡ്, വുഡ് ഫൈബർ എക്സെട്ര. Now, third material is structural insulated panels. Structural insulated panels. Structural insulated panels or SIP എന്താണെന്ന് നോക്കാം. Structural insulated panels consist of two sheets of oriented strand boards or flake board with a foam layer between them. അതായത് ഓറിയന്റഡ് സ്ട്രാൻഡ് ബോർഡ്സിന്റെയോ ഫ്ലേക്ക് ബോർഡ്സിന്റെയോ രണ്ട് ഷീറ്റ് എടുത്തിട്ട് അതിന്റെ ഇടയിൽ ഒരു ഫോം ലെയർ വെക്കുന്നതാണ് സ്ട്രക്ചറൽ ഇൻസുലേറ്റഡ് പാനൽസ്. ഇതിനകത്ത് എന്താണ്? എന്താണ് വരുന്നത്? 2 sheets of oriented strand boards, or flake board with a foam layer between them. അതായത് ഫ്ലേക്ക് ബോർഡിന്റെയോ സ്ട്രാൻഡ് ബോർഡിന്റെയോ രണ്ട് ഷീറ്റ് എടുത്തിട്ട് അതിന്റെ ഇടയിൽ ഒരു ഫോം ലെയർ വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്ട്രക്ചറൽ ഇൻസുലേറ്റഡ് പാനൽസ് ഓർ SIP കിട്ടുന്നത്. They are available in larger sizes and are used as walls and partitions for structure. ലാർജ് സൈസിൽ കിട്ടും, പിന്നെ അതിനെ നമ്മൾ വാൾസും പാർട്ടീഷൻസും ആയിട്ട് യൂസ് ചെയ്യും. They are available in large size and are used as walls and partitions. ഇത് വലിയ സൈസിൽ അവൈലബിൾ ആണ്, അതിനെ വാൾസും പാർട്ടീഷൻസും ആയിട്ട് യൂസ് ചെയ്യുന്നു. ഈ മെറ്റീരിയൽസ് നല്ല ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യും, പക്ഷേ ലാർജ് സൈസ് ആയതുകൊണ്ട് ഇൻസ്റ്റലേഷന് ഹെവി എക്യുപ്മെന്റ് വേണം. ഹെവി എക്യുപ്മെന്റ്
for installation due to large size ആയതുകൊണ്ട് SIP ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഹെവി എക്യുപ്മെന്റ്സിന്റെ ആവശ്യമുണ്ട്. പക്ഷേ they provide good insulation. Provide good insulation. So എന്താണ് സ്ട്രക്ചറൽ ഇൻസുലേറ്റഡ് പാനൽ എന്ന് പറയുന്നത്? സ്ട്രാൻഡ് ബോർഡോ ഫ്ലെഗ് ബോർഡിന്റെയോ രണ്ട് ഷീറ്റിന്റെ ഇടയിൽ ഒരു ഫോം ലെയർ വെക്കുമ്പോഴാണ് നമുക്ക് SIP കിട്ടുന്നത്. ലാർജ് സൈസസിൽ അവൈലബിൾ ആണ്. പക്ഷെ ലാർജ് സൈസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഹെവി എക്യുപ്മെന്റ്സ് വേണം. പിന്നെ ഇത് എവിടെയൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നു? നമ്മൾ വാൾസും പാർട്ടീഷൻസും ആയിട്ട് യൂസ് ചെയ്യും. and they provide good insulation. Now the fourth one is insulated concrete forms. Insulated concrete forms. Insulated concrete forms contain two insulation layers with some space in between. ഇതിൽ എന്താണുള്ളത്? Two insulation layers with space in between. So insulated concrete forms ൽ രണ്ട് insulation layers ഉണ്ട്. അതിന്റെ ഇടയിൽ കുറച്ച് സ്പേസും കാണും. The space contains some arrangement for holding reinforcement bars. രണ്ട് insulation layers-ന്റെ ഇടയിലുള്ള സ്പേസിൽ arrangements for holding reinforcement bar. Arrangements for holding reinforcement bars. So രണ്ട് ഇൻസുലേഷൻ ലെയേഴ്സിനെ ഇടയിൽ സ്പേസ് കൊടുത്തു വെക്കുന്നതാണ് ഇൻസുലേറ്റഡ് കോൺക്രീറ്റ് ഫോംസ്. ആ സ്പേസിനകത്ത് എന്തെങ്കിലും ഒരു റീഇൻഫോഴ്സ്ഡ് ബാർ വെച്ച് കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ്സും ഉണ്ട്. So after these forms are placed at site with reinforcement, concrete is poured into space. എങ്ങനെയാണ് ഈ ഫോംസിനെ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്തിട്ട് സൈറ്റിൽ വെക്കുമ്പോൾ, അതായത് ഈ ഫോംസിനെ സൈറ്റിൽ റീഇൻഫോഴ്സ്മെന്റ് പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ആ സ്പേസിനകത്ത് കോൺക്രീറ്റ് pour ചെയ്യും. So after placing at site with reinforcement, അതായത് റീഇൻഫോഴ്സ്മെന്റ് വെച്ചുകൊണ്ടാണ് ഇതിനെ സൈറ്റിൽ പ്ലേസ് ചെയ്യുന്നത്. എന്താണ്? കോൺക്രീറ്റിനെ ഈ സ്പേസിൽ pour ചെയ്യും. Concrete is poured into the space. Concrete is poured into the space. So reinforcement വെച്ചുകൊണ്ട് സൈറ്റിൽ പ്ലേസ് ചെയ്തതിന് ശേഷം ആ സ്പേസിലോട്ട് കോൺക്രീറ്റ് pour ചെയ്ത് കൊടുക്കും. This will act as wall or partition or any other structure. This will act as wall or partition or any other structure. ഇതൊരു wall ആയിട്ടോ പാർട്ടീഷൻ ആയിട്ടോ വേറൊരു സ്ട്രക്ചർ ആയിട്ടോ ആക്ട് ചെയ്യും. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്, ഫയർ റെസിസ്റ്റന്റ് ആണ്, ലോ ഡെൻസിറ്റി ആണ് ആൻഡ് ഹാവ് ഗുഡ് thermal and sound insulation properties. So ഇതിന്റെ പ്ലസ് പോയിന്റ്സ് എന്തൊക്കെയാണ്? They are light in weight, low density, അതിന്റെ ഡെൻസിറ്റി കുറവാണ്, ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്,
good thermal insulation and sound insulation. Thermal insulation, sound insulation ഉണ്ട്. This is about insulated concrete forms. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇൻ വെയിറ്റ്, ലോ ഡെൻസിറ്റി, ഗുഡ് thermal and sound insulation, അതോടൊപ്പം ഫയർ റെസിസ്റ്റൻസ്. ഫയർ റെസിസ്റ്റൻസും ഉണ്ട്. Now fifth one is cordwood. Cordwood എന്താണെന്ന് നോക്കാം. If wood is abundantly available at the site of construction, cordwood construction is recommended. So this is recommended when wood is abundant. wood ഒരുപാട് സൈറ്റിൽ ഉള്ളപ്പോഴാണ് cordwood construction പ്രിഫർ ചെയ്യുന്നത്. So wood construction സൈറ്റിൽ abundant ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ cordwood construction ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. It requires short and round pieces of wood laid one above other. cordwoodനകത്ത് short and round pieces, they are laid one above the other. Short and round pieces ആയിരിക്കണം, short and round pieces of wood ആയിരിക്കണം, laid one above the other. എങ്ങനെയാണ് ലേ ചെയ്യുന്നത്? width wise. They are laid one above the other. width wise and bonded together by special mortar mix. Bonded together by special mortar mix. So construction സൈറ്റിൽ wood abundant ആയിട്ട് അവൈലബിൾ ആകുമ്പോഴാണ് cordwood construction പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് cordwood construction എന്ന് പറയുന്നത്? ഷോർട്ടും റൗണ്ടും ആയിട്ടുള്ള വുഡൻ പീസസിനെ ഒന്നിന്റെ മുകളിൽ ഒന്നായി one above the other width wise അറേഞ്ച് ചെയ്തിട്ട് അതിനെ സ്പെഷ്യൽ മോർട്ടാർ മിക്സ് ഉപയോഗിച്ച് ബോണ്ട് ചെയ്യും. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ they are strong, environmental friendly and give good appearance. They are strong, environmental friendly and also give good appearance. നല്ല അപ്പിയറൻസ് തരുന്നു, എൻവയറൺമെന്റ് ഫ്രണ്ട്ലി ആണ്, അതോടൊപ്പം സ്ട്രോങ് ആണ്. ദിസ് ഇസ് അബൌട്ട് cordwood.